ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പഴനിമല സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തമിഴ്നാട്ടിലെ പഴനിമലയല്ല, നമ്മുടെ കോഴിക്കോടും ഒരു മേൽ പഴനി ക്ഷേത്രമുണ്ട്. അപ്പോൾ അത് കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് എത്തുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടുവരും. നമ്മൾ ഈ നടന്നു വരുന്ന സമയത്ത് ഒരു സ്പെസിഫിക് വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയാൻ്റെ ഹെഡ് ഓഫീസ് ഇവിടുന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പൂ കണ്ടു. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഇതിനുള്ളിലുള്ളൊരു ഇത് വെച്ചിട്ട് കീപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ കമൻറ്റ് അങ്ങനെ ചെയ്യരുത്, ഇവനെന്തെങ്ങനെ കുട്ടികൾ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു പി പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് പി പി. ഇതിനുള്ളിലത്തെ ഒരു പച്ച സാധനം എടുത്തു കഴിഞ്ഞാൽ അതാവും. അപ്പോൾ അതാ, ഒരു മിനിറ്റ്. അങ്ങനെ കാണിച്ചാൽ പി പി ശബ്ദം വരും. അപ്പോൾ അതും ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ ബോർഡ് കാണാൻ സാധിക്കും. അതിലിങ്ങനെ മേൽപ്പഴനി ടെമ്പിൾ ബൈ റോഡ് 300 മീറ്റർ, ബൈ സ്റ്റെപ്പ് 300 മീറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോഡ് വഴി പോകുന്നത്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ വരൂ, പോകാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഞാൻ ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അപ്പോൾ ആ സ്റ്റെപ്പ് ത്രൂ വരുമ്പോൾ ഒരു കാടും അങ്ങനെയുള്ള ഒരു ഡാർക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ബൈ സ്റ്റെപ്പ് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഒരു പോകാം. അപ്പോൾ നമ്മളങ്ങനെ 300 പടികളൊക്കെ കയറി വന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്, മേൽപ്പഴനി അമ്പലം. അപ്പോൾ ഇന്നിവിടെ അയ്യപ്പൻ വിളക്ക് മത്സരത്തിന്റെ പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. അമ്പലത്തിൽ ഇന്ന് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ഗാനമേളയൊക്കെ ഉണ്ട്. അതൊക്കെ രാത്രിയാണ് നടക്കുക. അപ്പോൾ രാത്രി നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നൊക്കെ അറിയില്ല. അത് കഴിയുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയാണ് മേൽപ്പഴനി അമ്പലത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എന്തായാലും ചെയ്യണം. പിന്നെ കമന്റ് എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.